കേരളത്തിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ. ഒന്നിനു പിറകെ ഒന്നായിട്ട് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ പോകുന്ന, മെഡിക്കൽ കോളേജിൽ പോകുന്ന ആൾക്ക് ഒന്നുകിൽ അവയവം നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു വരേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങൾ വയറ്റിൽ കൊണ്ടുവന്ന് ജീവിക്കേണ്ടി വരും. ഇത് ഒരു സംഭവമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഒറ്റപ്പെട്ട സംഭവമല്ല. കോഴിക്കോട് ഹർഷീനിയൻ സംഭവത്തിന് ശേഷം എത്ര സംഭവങ്ങൾ, വയനാട്, പാലക്കാട്, എത്ര സ്ഥലങ്ങളിലാണ് ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്ര അനാസ്ഥയുടെ ഏറ്റവും വലിയ പര്യായമായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗം. അവർ നമ്പർ 1 എന്നൊക്കെ പറഞ്ഞ് പബ്ലിസിറ്റി കൊടുക്കുകയാണ്. പബ്ലിസിറ്റി അല്ലല്ലോ, ഇതാണ് റിയാലിറ്റി. എന്തൊരു സങ്കടമാണെന്ന് ആലോചിച്ച് ഞാൻ ഇന്നലെ രാത്രി ആ വാർത്ത കണ്ടിട്ട് ആ സ്ത്രീയെ വിളിച്ചപ്പോൾ ഒരു പൊട്ടിക്കരയായിരുന്നു. അവരൊരു തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. ഇതും വെച്ചുകൊണ്ട് വയറ്റിലിരിക്കുക വെച്ചുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളി അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പല വേദനകളും സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്ന്, ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായില്ല. 5 വർഷക്കാലം അവർക്ക് കൊണ്ടുനടക്കേണ്ടി വന്നു തന്നെ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ ഫെയിലിയർ അല്ലേ, ഏറ്റവും വലിയ ദൗർഭാഗ്യമല്ലേ. എന്നിട്ട് ഇത്തരം സംഭവങ്ങളുണ്ടായാൽ അതിന് വളരെ ലൈറ്റായിട്ട് ലാഘവത്തോടെ കാണുക. ഇന്നലെ ഞാൻ കേട്ടോ ഹർഷീനയുടെ പ്രതികരണങ്ങൾ. 4 കൊല്ലമായിട്ടും അവർക്കൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ, വലിയ കാര്യങ്ങളാണോ? ഒരാൾക്ക് പ്രയാസമുണ്ടായി, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി, ആരോഗ്യവകുപ്പിന് വീഴ്ചയുണ്ടായി, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന് ശക്തമായ നടപടിയെടുത്ത് പരിഹാരം കാണുന്നതിന് പകരം ലാഘവത്തോടെ കാണുന്ന ഈ സമീപനം ഉണ്ടല്ലോ, അത് വളരെ അങ്ങേയറ്റത്തെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അതിന് അല്ല എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ? ഇതൊക്കെ നമുക്ക് നമ്മളും ജീവിക്കുന്നത് ഈ സമൂഹത്തിലല്ലേ, ഇങ്ങനെയൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റൂ? വയറ്റിൽ അത് 10 കൊല്ലം ഇരുന്നാലും 20 കൊല്ലം ഇരുന്നാലും ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു ന്യായീകരണമാണ്? അപ്പോൾ ഇതിപ്പോൾ എല്ലാ ഉപകരണങ്ങളും, മെഡിക്കൽ ശസ്ത്രക്രിയ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം വയറ്റിലോട്ട് പോകട്ടെ എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഇത് കണ്ടെത്തിയതിന് ശേഷവും ഒരു അടിയന്തര നടപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അത് പുറത്തു പറയരുത് എന്നുള്ളതാണ്. ഇന്നലെ സംഭവിച്ചത്, രാവിലെ പോയിട്ട് കണ്ടെത്തി കഴിഞ്ഞു. അതിനെ ഗൗരവതരത്തിൽ വാർ ഫൂട്ടിംഗ് ലെവലിൽ കൈകാര്യം ചെയ്ത് അടിയന്തരമായിട്ടും അവരെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുന്നതിന് പകരം ഇതൊന്നും ആരോടും പറയരുത്, ഒളിച്ചു വെക്കുന്ന സമീപനമാണ് ആശുപത്രി അധികൃതരും സർക്കാരും സ്വീകരിച്ചിരിക്കുന്നത്. ഇത് തന്നെ ഒരു പിന്നെ നുണയുടെ പര്യായമായിട്ട് സർക്കാർ മാറിയുള്ള തെളിവല്ലേ അത്? കാരണം ഉള്ള സത്യങ്ങളെ മൂടി വെക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമല്ലേ അത്? നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതിലല്ലേ കാര്യം ഇരിക്കുന്നത്. അത് സമ്പൂർണ്ണ പരാജയമാണെന്ന് തെളിയിച്ചതല്ലേ. നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന എന്താണ്? ഇത്തരം ദാരുണമായൊരു സംഭവം റിപ്പോർട്ട് ചെയ്തൊരു സഹോദരി വന്നാൽ അത് ആശുപത്രിയുടെ പിടിപ്പുകേട് കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും നടന്നാണെന്ന് ബോധ്യപ്പെട്ടാൽ അപ്പം തന്നെ റെമഡിയൽ മെഷേഴ്സ് എടുത്തിട്ട് അവർക്ക് വേണ്ടുന്ന ആശ്വാസം കൊടുക്കുകയല്ലേ വേണ്ടത്. ഞാൻ ഇന്നലെ രാത്രി തന്നെ അവരോട് സംസാരിച്ചു. അമൃതയിലോട്ട് കൊണ്ടുപോയിട്ട് അവരെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ ആവശ്യമായ ഞാൻ ധരിച്ചത് ഈ വാർത്ത വന്നപ്പോഴെങ്കിലും സർക്കാർ ഇടപെടുന്നായിരുന്നു. ഞാൻ ചാനലുകളെല്ലാം പറഞ്ഞത് ഇന്നലെ അതായിരുന്നു, സർക്കാർ ഇമ്മീഡിയറ്റ് ആയിട്ട് സർക്കാർ ഇടപെടണം, വേണ്ട ചികിത്സ കൊടുക്കണം. ഇത് വലിയ കാര്യമൊന്നുമല്ല, ഒരു സർക്കാരെ സംബന്ധിച്ചിടത്തോളം കൊച്ചു കാര്യമല്ലേ. അവരുടൻ തന്നെ അവർക്ക് ആവശ്യമുള്ള, അവർക്ക് കംഫർട്ടബിളായി തോന്നുന്ന അവർ മെഡിക്കൽ കോളേജിൽ പോകാൻ പേടിയാണ്. അത് സാധാരണക്കാരൻ്റെ ഒരു വികാരമാണ് അവരവിടെ കാണിച്ചത്. എനിക്ക് മെഡിക്കൽ കോളേജിൽ പോകാൻ പേടിയാണ് വീണ്ടും പറയുന്നത് ഒരവസ്ഥ നമ്മളെ പൊതുജനാരോഗ്യത്തിന് നേരെ നിൽക്കുന്ന ഒരു വളരെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരിത് പറയുമ്പോൾ അവർക്ക് കംഫർട്ടബിളായ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്തതിന് പകരം അവിടെ വരട്ടെ ലാഘവത്തോടെ. അടുത്ത തിങ്കളാഴ്ച വരാനാണ് പറഞ്ഞത് ആശുപത്രിയിൽ. അപ്പോൾ ഞാൻ പിന്നെ അതിനാവശ്യമായിട്ടുള്ള ചികിത്സാ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി എല്ലാ നടപടി സ്വീകരിക്കുകയായിരുന്നു ചെയ്തത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. ചുരുങ്ങിയത് ഈ കഴിഞ്ഞ ഒരു 4-5 കൊല്ലത്തിനിടയിൽ ഒരു 6-7 സമിതികളെ വെച്ചിട്ടുണ്ട്. ഈ സമിതികളെല്ലാം അവസാനം ഒരു കുറ്റക്കാരെയും കണ്ടെത്താതെ എല്ലാവരെയും പൊതിഞ്ഞു വെച്ച് സംരക്ഷിക്കുന്ന റിപ്പോർട്ട് കൊടുക്കും. അപ്പോഴേക്ക് ഈ കാര്യം മറന്നുപോകും ജനം. അല്ലാണ്ട് ഏത് സമിതിയുടെ അടിസ്ഥാനത്തിൽ ഏത് ആക്ഷൻ എടുത്തിട്ടുണ്ട് ഗവൺമെൻറ് ഒന്ന് പറയട്ടെ? ഒന്നും എടുത്തിട്ടില്ല. ആളുകളെ പറ്റിക്കുന്ന സംവിധാനമാണ് ഈ സമിതി എന്ന് പറയുന്നത്. അതല്ലല്ലോ വേണ്ടത്. ഓൺ ദ സ്പോട്ട് ആക്ഷനല്ല വേണ്ട. അവർക്ക് പോയാൽ അറിയാമല്ലോ, റെക്കോർഡ് നോക്കിയാൽ അറിയാമല്ലോ. അവിടെ പോയി മെഡിക്കൽ കോളേജിൽ പോകണം അവർ അടിയന്തരമായിട്ട്. ആ മെഡിക്കൽ കോളേജ് റിപ്പോർട്ടുകൾ വിളിച്ചു വരുത്തുന്നവർക്ക് സമിതിയുടെ കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ അവിടെ DMAയുടെ അയക്കണം അവർ. ഇതൊന്നും ചെയ്യാതെ ഒരു സമിതിയെ വെക്കുക. ആ സമിതി എന്ന് പറയുന്നത് തന്നെ കേരളത്തിലെ ആരോഗ്യവകുപ്പിൻ്റെ സമിതി എന്ന് പറഞ്ഞാൽ ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടായിട്ട് മാറിയിരിക്കുകയാണ്.